ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇത് അനാവശ്യ ചോദ്യമല്ല. രാജുവേട്ടൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇപ്പോഴത്തെ പൃഥ്വിരാജ് എന്ന നടന്റെ കരിയർ എങ്ങനെയാണെന്ന് പ്രഡിക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത 10 വർഷം കഴിഞ്ഞ് എന്താണെന്ന് പറഞ്ഞു. 60s പൃഥ്വിരാജിന്റെ എങ്ങനെയായിരിക്കും ഇപ്പൊ ഇതുപോലൊരു ചമ്മൽ എന്റെ ലൈഫിൽ ഉണ്ടാവാനില്ല. രാജേട്ടന്റെ കോമഡി സിനിമകൾ റിലീസ് ആകുമ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഈ പായസം കുടിക്കുമ്പോൾ അതിൽ കാഷ്യൂനറ്റ് കിട്ടുന്ന ഒരു സന്തോഷമാണ്. ചിലർക്ക് അത് ഇഷ്ടമല്ലേ എന്താണെന്നറിയില്ല, കേരളത്തിലെ കാലാവസ്ഥ എനിക്ക് പിടിക്കുന്നേ ഇല്ല. ചെറുപ്പക്കാരല്ലേ, ഒരു തമാശ ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. ഇനി നമ്മൾ പഠിച്ചു പോയി. കാരണം ഇതുവരെ കാണാത്ത നമുക്ക് രാജേട്ടൻ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും. എന്താ ഞാൻ പറയും മോളോട്? എന്താ നാം മിണ്ടട്ടെ. മുകളിലോട്ട് കേറാനും വയ്യ, തിരിച്ചിറങ്ങാനും വയ്യ. ഇപ്പൊ പല സ്റ്റേജിൽ പോയാലും നമുക്കൊരു മൈക്കിട്ട് ഞങ്ങൾ ആദ്യം പാടുന്ന 2 വരിയായിരിക്കും പുതിയ മുഖം. ഇത് പാടി കഴിഞ്ഞിട്ട് രാജേട്ടന്റെ റിയാക്ഷൻ എന്തായിരുന്നു? കണ്ടില്ലേ വീഡിയോയില്? വെരി ഗുഡ് എന്ന് പറഞ്ഞു. അത് കേട്ടതിന്റെ ഭാഗമായിട്ട് ബേസിലേട്ടൻ പാടാൻ ശ്രമിച്ചതാണ്. അല്ല, അതിന് തൊട്ട് മുന്നേ ഒരു സമയത്ത് യുവാക്കളെ ഇങ്ങനെ കോരിത്തെരിപ്പിച്ചൊരു പാട്ട് എത്ര വലിയൊരു കോമഡി പീസ് ആയി. ഞാനൊരു കോമാളിയായോടാണല്ലോ. ബേസിലിന്റെ പാട്ട് ഇപ്പൊ ഇന്നലെ ലാസ്റ്റ് കേട്ടിട്ട് ഇപ്പൊ ഇതുവരെ കേൾക്കാഞ്ഞിട്ട് ഞാൻ മിസ് ചെയ്യുന്നു. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.